ശബരിമലയിലേക്കുള്ള പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടനം ദുർഘടമാണ്. നിരവധി പേരാണ് പരിക്ക് പറ്റിയും അവശരായും വഴിയിൽ കുടുങ്ങുന്നത്. പോലീസും വനംവകുപ്പും ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. പാണ്ടിത്താവളത്തിനടുത്ത് നിന്നാൽ അടിക്കടി സ്ട്രെച്ചറുമായി ഓടിപ്പോകുന്ന ഫയർഫോഴ്സ് ജീവനക്കാരെ കാണാം. ഒപ്പം പോലീസും വനംവകുപ്പ് ജീവനക്കാരും ഉണ്ടാകും. കാനനപാതയിൽ വഴിയിൽ കുടുങ്ങിയവരെ രക്ഷിച്ച് സന്നിധാനത്തെത്തിക്കാനാണ് ജീവന്റെ വിലയുള്ള ഈ ഓട്ടം. നമ്മൾ പ്രധാനപ്പെട്ടുള്ള ഇവിടുത്തെ അതായത് പാണ്ടിത്താവളം മുതൽ ഞങ്ങൾ കഴുതക്കുഴിയുള്ള പോയിൻ്റാണ് ഞങ്ങൾ നോക്കുന്നത്. അവിടെ മെയിനായിട്ട് നമുക്കൊരു 3 പോയിൻ്റ് ഉണ്ട്. കഴുതക്കുഴിയിൽ നിന്ന് അവസാനത്തെ സമയം ഒരു എത്ര സമയമാണെങ്കിലും അത് 10 മണിയായാലും 11 മണിയായാലും എത്ര മണിയാണെങ്കിലും അവസാനത്തെ സമയമായിട്ട് ആ 3 പോയിന്റിലേക്ക് സ്വാമിമാരുമായിട്ട് നമുക്കിവിടെ എത്തിച്ചേരുക. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സന്നദ്ധ സേവനത്തിനുള്ള ആൾക്കാരുടെ സഹായങ്ങൾ നേടുക എന്നുള്ളതാണ്. പെരിയാർ കടുവ സങ്കേതത്തിൽ കൂടിയുള്ള കാനനപാതയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതീവ സുരക്ഷയൊരുക്കിയാണ് വനംവകുപ്പ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. നമ്മളിവിടുന്ന് രാവിലെ പോകുമ്പോൾ തൊട്ട് നമ്മൾ ഒരു 4ഓളം സ്റ്റാഫും എക്കോ ഗാർഡന്മാരും ഉൾപ്പെടെ എല്ലാവരും ആദ്യം പോയി നോക്കിയതിന് ശേഷമാണ് സ്വാമിമാരെ ഇവിടുന്ന് അകത്തോട്ട് കടത്തിവിടുന്നത്. ഒരു 100 മീറ്ററിലും ആൾ ഉണ്ടാവും അവരെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. കാനനപാതയിൽ കയറിയവർ നേരം ഇരുട്ടുന്നതിന് മുൻപ് പാണ്ടിത്താവളത്തിനടുത്ത ചെക്ക് പോയിന്റിലെത്തിയില്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നെഞ്ചിടിപ്പ് കൂടും. ഇവരെ തേടി വനത്തിലേക്ക് യാത്ര തിരിക്കും. സുരക്ഷിതരായി സന്നിധാനത്ത് എത്തിക്കുന്നതുവരെയുള്ള ദൗത്യം. കൈരളി ന്യൂസ്, സന്നിധാനം.